ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൽ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. യെസ്, ഫൈനലി ഞാൻ ആ വാക്ക് പറഞ്ഞു. ഇന്ന് അയൺ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓഫ് ക്യാമറയിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. മറ്റേ മോബ് ഫാർമിൽ ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്രീഡർ ഉണ്ടാക്കി, ആ ഒരു മോബ് ഫാർമും ഉണ്ടാക്കി. അവസാനം ഞാൻ ഓഫ് ക്യാമറയിൽ കുറേ കിടന്ന് ഗ്രൈൻഡ് ചെയ്തായിരുന്നു. ഞാൻ എന്തുണ്ട് മറ്റേ മോബ് ഫാർമിൽ കുറേ നേരം ആസ്കി നിൽക്കും. 1-2 സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ട് ഇവന്മാർക്ക് കൊണ്ട് കൊടുക്കും. മറ്റേ ബ്രെഡ്. ഓക്കെ, അന്നേരം ഇവന്മാർ വില്ലേജറിനെ തന്നു. അന്നേരം ഇവരും ബ്രീഡാവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവിടെ മറ്റേ ഈ ഒരു എഫ് കെ റൂമിൽ കയറി നിന്നിട്ട് 20 വില്ലേജേഴ്സിനെ ഞാൻ എന്നിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവർ ബ്രീഡാവുന്നല്ല ഞാൻ എണ്ണിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 20 വില്ലേജേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഒരാൾ കിടപ്പുണ്ട്. ഇയാളെയും കൊണ്ട് 21 അത്രയുണ്ട്. ഓക്കെ ഓക്കെ, അത്രയും ചെയ്യാൻ വേണ്ടി എനിക്ക് 30 ദിവസം കണ്ടെടുത്ത്. ഇപ്പം ഇൻ ഗെയിമിൽ 90 ദിവസമായിട്ടുണ്ട്. 90 ദിവസം. ഈ ലെസ് പ്ലേയിൽ നമ്മൾ കയറിയിട്ട് ഇപ്പോൾ 90ാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. ഈ വില്ലേജേഴ്സ് കാരണം എനിക്കിപ്പം ഓട്ടം ഫ്ലഷ് തിന്നേണ്ട അവസ്ഥയായിട്ടുണ്ട്. വേറൊരു ഫുഡും എൻ്റെ ഇപ്പം ഇല്ല. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസ് എല്ലാം ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഊരി വെച്ചേക്കുവാണ് എല്ലാം. ബൂട്ട് എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ ഹെൽമെറ്റും പൊട്ടിപ്പോയി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതെല്ലാം ഒന്ന് തിരിച്ചൊപ്പിക്കണം. കൂട്ടത്തിൽ ഒരു അയൺ ഫാർം ഉണ്ടാക്കണം. അല്ല, ആദ്യം അയൺ ഫാർം ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് കുറച്ച് മൈനിങ്ങിന് വേണം. ഈ ഫാർം ഉണ്ടാക്കുന്ന സ്ഥലത്ത് എല്ലാ റിസോഴ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോബ് ഫാർം നിന്നിട്ട് എനിക്ക് 26 ലെവലിൽ മാത്രമേ കിട്ടിയത്. എനിക്ക് 37 ലെവൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തങ്ങ് ചാടിയപ്പോൾ അങ്ങനെയുള്ളെല്ലാം ആ ലെവലെല്ലാം പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ ആർമർ ഉണ്ടെന്ന്, പക്ഷേ ആർമർ ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് മാറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ റൂം പോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു സോംബീസ് നമ്മൾ കൊല്ലാതിരിക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ ഒരു കമ്പോസ്റ്ററും വെച്ചു. പിന്നെ ഈ ഒരു വീട് നട്ടു. ഇവിടെ നിന്ന് കിട്ടുന്ന ബോണും എടുത്തിട്ട് ഇവിടെ ബോൺ മീലാക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അത്രയും ഒപ്പിച്ചത്. ഓക്കെ, എനിക്ക് ഇവിടുന്ന് കിട്ടിയ റിസോഴ്സ് ഇപ്പോൾ ഇത്രയാണ്. 1.5 സ്റ്റാക്ക് ഗൺ പൗഡർ, 2.5 സ്റ്റാക്ക് ആരോസ്, പിന്നെ 3 സ്റ്റാക്ക് അടുപ്പിച്ച് ഈ ഒരു റോട്ടർ ഫ്ലഷ്. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് റെഡ് സ്റ്റോൺ ഫാർം ചെയ്യാൻ പറ്റുന്നുണ്ട്. അയ്യോ, 49 റെഡ് സ്റ്റോൺ ഉണ്ട്. പോണേ ഒന്ന് 4 കിട്ടിയുള്ളൂ. ഞാനത് 2 ലെയറായിട്ട് ഉണ്ടാക്കിയത് മാത്രമാണ് എനിക്കിപ്പോൾ ഇത്രയും ലോട്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ പകുതി പോലും കിട്ടത്തില്ല. കുറേ വെച്ച് സെറ്റ് ചെയ്ത്. ഓക്കെ, ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഗ്രാവലുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഫ്ലച്ചിങ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഇത് കുറേ മൈൻ ചെയ്ത് വെച്ചിട്ട് പൊട്ടിക്കുന്നതിനൊക്കെ നല്ല എളുപ്പമാണ് ഇങ്ങനെ മൈൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഗ്രാവൽ വെച്ചപ്പോൾ ഇവിടെയുള്ള ഗ്രാവലെല്ലാം താഴോട്ട് പോയി. ഇവിടെ താഴൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനകത്താണ് ആ ഒരു ഐറ്റംസ് എല്ലാം ഉള്ളത്. കണ്ടോ, ഈ ഒരു ബെഡ് വെക്കുമ്പോൾ എല്ലാം ഉണ്ട്. ഞാനാദ്യം ഉദ്ദേശിച്ചത് ഇത് ആകാശത്തുണ്ടാക്കാനാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ഭൂമിയിൽ തന്നെ ഉണ്ടാക്കാനാണ്. അയൺ ഓക്കെ, ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ടൈം ലാപ്സ് നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഓക്കെ, ഞാൻ ഫാമിൻ്റെ ഒരു ഒട്ടുമിക്ക സ്ഥലവും ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വില്ലേജറിനെ കൊണ്ടുവരണം. ഓക്കെ, ബെഡ് വെച്ച് വർക്ക് സ്റ്റേഷൻ വെച്ചു. ഇനി ഇവന്മാരെ നമുക്കൊന്ന് കൊണ്ടുവരണം, മറ്റേ വില്ലേജേഴ്സിനെ ഒന്ന് കൊണ്ടുവരണം. ഇനി നമുക്ക് ബേസിൽ പോയിട്ട് മറ്റേ ഓപ്സിഡനൊക്കെ എടുത്തുകൊണ്ട് വരണം, മറ്റേ പോർട്ടൽ ഉണ്ടാക്കാനായിട്ട്. ഞങ്ങളുടെ വഴിയായിരിക്കും ഞാൻ മറ്റേ ഇവിടുത്തെ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കുറേ നേരത്തെ ഗ്രൈൻഡിങ്ങിന് ശേഷമാണ് ഈ വീട്ടിൽ വന്നേക്കുന്നത്. അതിനകത്ത് എൻ്റെ പൊട്ടാറായ സാധനങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസിലും അവിടെ ചെയ്യണം. ഓക്കെ, ഇവിടെ കണ്ട് ഉണ്ടായിരുന്നു. ആ, വേണ്ടിയിരിക്കുന്നത്. ഓക്കെ,
പിന്നെ ഇവിടെ ഞാൻ പാത്തൊക്കെ റെഡിയാക്കിയായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി. ആ ഒരു സാധനം പൊട്ടിച്ച് മാറ്റാം. അത് അവിടെ ഇരിക്കുന്ന എന്തോ പോലെ ഉണ്ട്. അല്ല, ഞാൻ അവിടുത്തെ ലൊക്കേഷൻ എടുക്കാൻ മറന്നുപോയി. ഓ മണ്ടൻ. ഞാൻ ഇനി മറ്റേ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ട് വരാം. 80:11. ഓക്കെ, 80:11 നമുക്ക് നെതറിൽ പോകണം. ഓക്കെ, ഇത് എവിടെ ഇത്? അതേണ്ട, ഞാൻ ഇവിടെ കുറേ മരുന്നിപ്പുണ്ട്. ഓക്കെ, 80 എങ്ങോട്ടാണോ? കുറേ പേര് ഈ പോർട്ടലിൻ്റെ അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ ഇന്ന് ഇവന്മാരൊന്ന് പുറത്ത് ചാടാൻ നോക്കുന്നു പോകണം. ഈ ആർമറ ഞാൻ എടുത്തില്ല. അയ്യോ, അല്ലേ വേണം, നമുക്ക് കുഴിച്ചു പിടിച്ച് തന്നെ പോവാം. എൻ്റെ കയ്യിൽ ആർമറൊന്നുമില്ല. മറ്റന്മാരെ സോഡ്. അയ്യോ, അമ്മമാരുടെ ഒറ്റ വെട്ടി ഞാൻ ചേർന്നു. ഓക്കെ, 80 കിട്ടി. ഇനി 11 അങ്ങോട്ടേക്കായിരിക്കും. അല്ലെ, അങ്ങോട്ടേക്ക് അല്ല, ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, തൊട്ടടുത്ത് തന്നെയാണ് കേസ്. വില്ലേജേഴ്സിനെ കൊണ്ടുപോകാൻ സിമ്പിൾ തന്നെ ആയിരിക്കും. ഗോൾഡൊക്കെ ഇരിക്കും. 11 കിട്ടി. അവിടെ കാണിച്ചേക്കാം. ഇവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ പോയാൽ നല്ലത്. അയ്യോ, അവന്മാർ അവിടെ സേഫ് തന്നെയാണ്. ഓക്കെ, ഇത് എവിടെ? അല്ല, ഇത് നോ, ഇവിടെ പൊട്ടിക്കേണ്ടി വരും. അല്ല, ഇവന്മാരൊന്നും അകത്ത് കയറ്റിയല്ലേ എനിക്ക് പൊട്ടിക്കാൻ പറ്റൂ. ഓക്കെ, ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന പോർട്ടലും പൊട്ടിച്ച്, എൻ്റെ മറ്റേ അത് ചെന്ന് കയറുന്ന നെതർത്തെ സ്ഥലത്തെ പോർട്ടലും പൊട്ടിച്ച്, എന്നിട്ട് ഞാൻ ഈ ഒരു പോർട്ടലിൽ കയറിയപ്പോൾ ഇവിടെ സ്പോണായി ഈ ഒരു പോർട്ടൽ. ഇനി നമുക്ക് ആ ഒരു വില്ലേജേഴ്സിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതവിടെ. ഓക്കെ, ഇനി ഞാൻ അവിടെ വില്ലേജേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഇവന്മാരെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി നമുക്ക് വെള്ളമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, എതിറാക്കാൻ തന്നെ മതി, പൊട്ടിക്കാൻ എളുപ്പം. ഇനി നമുക്ക് നെതറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് AFK നിൽക്കണം. ഈ ഒരു വില്ലേജസ് ഒന്ന് ഉണരാനായിട്ട്. അതിൽ നെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ബ്രീഡറിൽ പോയിട്ട് AFK ആക്കേണ്ടി വരും. ഇതിനകത്താണ് അവന്മാരുള്ളത്. ഇതിനകത്തല്ലേ? വേണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് അടച്ചിട്ട് ഇവിടെ നിന്ന് AFK നിൽക്കാം. അവന്മാരെല്ലാം മറന്നിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറേ നേരമായിട്ട് AFK നിൽക്കുവാണ്. അതെല്ലാം മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു നെറ്റ് അവനെ ഞാൻ കൊന്നു കളഞ്ഞ്. ഓക്കെ, കുറച്ച് വില്ലേജേഴ്സ് അല്ല 20 പേരുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവരെ നമുക്ക് ആ ഒരു ഫാമിനോട് കൊണ്ടുപോകണം. ഓക്കെ, എനിക്ക് ചെറിയ പേടിയുണ്ട്, ഇത് സ്മൂത്തായിട്ട് പോവില്ലയോ എന്ന്. ആരിലൊന്ന് പോവോ? ഒരാളൊന്ന് പോ, ഒരുത്തം പോടാ. നീ ഇവിടേക്ക് നീ പോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് പേടി തിരിച്ചു കയറിപ്പോക്കോ, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഇടിച്ചാൻ. നീ പോടാ അങ്ങോട്ട്. ഓക്കെ, പോടാ. 2 പേരുണ്ടോ? കുഴപ്പമില്ല, ഒരുത്തിനെ കൊണ്ടുപോകും. നീ ഇപ്പോൾ നിൽക്കുക. അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതെവിടെ? അവൻ ഈ ഫാമിനകത്തേക്ക് പോകുന്നുണ്ട്. അയ്യോ, ഞാൻ പുറത്തിറങ്ങി. അതിനകത്ത് പോകുന്നുണ്ട്. അതുപോലെ ഒരു 19 പ്രാവശ്യം ചെയ്യണം, എന്നാലേ അതിനകത്ത് 20 വില്ലേജസ് വരത്തുള്ളൂ. അതെല്ലാം ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലീഡറിലും പോയി AFK നിന്നു. എന്നിട്ട് അവന്മാരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് പൂച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാരും വരും. ആൻകുളം. യെസ്,
യെസ്. ഞാൻ മറ്റേ ഓക്കെ ഞാൻ അയ്യോ ഞാൻ എവിടെ ഇത്? ഓ അയൺ ഫാമിൽ ചേട്ട സ്ഥലം. ബ്രീഡറിൻ്റെ സ്ഥലം. എല്ലാം കത്തിപ്പോയി കാണാം. അതിനകത്തൊന്നും എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. എൻ്റെ ഡയമണ്ട് ടൂൾസ്. എൻ്റെ ഡയമണ്ട് ടൂൾസ് അടിപൊളി. ആദ്യമായിട്ടൊന്നുമല്ല ഇതൊക്കെ പറ്റുന്നത്. അയൺ ഫാം ക്രിയേറ്റീവിൽ ഉണ്ടാക്കി ഞാൻ റിയൽ ലൈഫിൽ മൈൻക്രാഫ്റ്റ് സർവൈവൽ വന്നപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ക്രിയേറ്റീവിൽ അങ്ങനെയാണ് ലാവ് ഒഴിക്കാറ്. ആ ഒരു ഓർമ്മ ഞാൻ ഇവിടെ ലാവ് ഒഴിച്ചു. അയ്യോ ഞാനവിടെ ഒന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഹോപ്പറൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അയ്യോ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലേ? എൻ്റെ പിക്കാക്സ് ഒന്നും പോയിട്ടില്ല ഭാഗ്യത്തിന്. 4 അയൺ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അയൺ കോളത്തെ കൊന്നായിരുന്നു. അതിൻ്റെയാണ്. ചെസ്റ്റ് എന്ത് ചെയ്യാം അവിടെ ഇട്ടുണ്ട്. ഇതങ്ങ് എടുക്കാം. അയ്യോ ചെറുതായിട്ടല്ല വലുതായിട്ടങ്ങ് മേടിച്ച്. എവിടെ എൻ്റെ മറ്റേത് കളക്ഷൻ പെട്ടി? ഇവിടെ വെക്കാം. ഇവിടെ വെക്കാൻ പറ്റും. എൻ്റെ ഇങ്ങെടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. പുതിയ പൂച്ചയും വന്നിട്ടുണ്ട്. ഇനി അടുത്ത് പോയിട്ട് വെക്കാം. ഓക്കെ, അയൺ ഫാമിനെ കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞ് 100ാമത്തെ ദിവസമാവും ഞാൻ ഈ ഗെയിമിൽ കയറിയിട്ട്. 100ാമത്തെ ദിവസം ഗൈസ്. ഞാൻ ആദ്യത്തെ 50 ദിവസം എന്തായിരുന്നു ചെയ്തത്? ആദ്യത്തെ 50 ദിവസം ഡയമണ്ട് ആർമർ ഉണ്ടാക്കി, വില്ലേജിൽ പോയി ഒരുപാട് കാര്യം ചെയ്തു. വീടുണ്ടാക്കി, പിന്നെ ചുറ്റും ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ അത്രയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ ഒരു ബാക്കി 50 ദിവസം ഞാൻ എന്താണ് ചെയ്തത്? ഈ ഒരു അയൺ ഫാർമ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അയ്യോ ഇനി ഇത് വർക്കായില്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാം നിർത്തിയിട്ട് പോകും. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കിനെ മൈൻഡ് ചെയ്യാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇത് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുത്ത്, ശരിക്കും കുറേ ടൈം എടുത്ത്. ബ്രീഡറിൽ ഞാൻ കുറേ സമയം എഫ് കെ എന്നായിരുന്നു. പിന്നെ അവന്മാരൊന്ന് വളരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം എഫ് കെ എന്നായിരുന്നു. ഓക്കെ വന്ന് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഞാൻ ശ്വാസം വിട്ടത് മര്യാദയ്ക്ക്. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് 5 കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് എത്ര വേണേലും അൻകോളം, എനിക്ക് എത്ര വേണേലും ഹോപ്പർ ഉണ്ടാക്കാം, എത്ര വേണേലും ആർമർ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡ് കാണാം.